പുസ്തകം കയ്യിലെഴുതാം വചനമാകുന്നു നേടി മുന്നേറിടാം വേദപുസ്തകം കയ്യിലെഴുതാം
ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. സഭയ്ക്ക് പുറത്ത് നിൽക്കുന്ന എല്ലാ സഭാവിശ്വാസികളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി ആസ്വദിക്കുവാനും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുവാനും സഭയ്ക്കുള്ളിലോട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാം എന്ത് സംശയം വന്നിരുന്നാലും നമ്മൾ ആദ്യം പരിശോധിക്കുന്ന ഒന്നാണ് ഗൂഗിൾ എന്നുള്ളത്. ഇന്നത്തെ സമൂഹത്തിൽ സാമൂഹിക മാധ്യമം എന്നുള്ളത് ദൃശ്യ പ്രിന്റഡ് മീഡിയസിനേക്കാളും വളരെ അധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ മീഡിയസിലും ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി ചന്ദ്രേഷ് പോൾ രചനയും സംഗീതവും നൽകിയ ഗൂഗിൾ മാമയെ അച്ഛാവോ എന്ന ഹിന്ദി ഗാനത്തിനെ ചുവടുവയ്ക്കുന്നു. ഇന്റർമീഡിയറ്റിലെ കുട്ടികൾ ആക്ഷൻ സോങ് ഇപ്പോൾ അവതരിപ്പിക്കുന്നതാണ്. നാം എല്ലാവരും ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നതുപോലെ സകല ചരാചരങ്ങളും ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ വായിക്കുന്ന പോലെ കോഴി ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഷിജിത് കുമാർ നെടുമുടി സഭയുടെ രചന നൽകി അനന്തകുമാർ സംഗീതം നൽകിയ BBC ഗാനത്തിലെ 7ാമത്തെ ഗാനം കൊക്കർക്കോ എന്ന ഗാനത്തിന് ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നു പ്രൈമറി ഗ്രേഡിലെ വിദ്യാർത്ഥികൾ.
കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന വചനം അർത്ഥമാക്കുന്ന കുട്ടിക്കുറുപ്പൻ കുഞ്ഞാടിന്റെ ഒരു നാൾ എന്ന ഗാനം രചനയും സംഗീതം നൽകിയ കുട്ടിക്കുറുപ്പൻ കുഞ്ഞാടിന്റെ ഒരു നാൾ എന്ന ഗാനം ഇപ്പോൾ ആലപിക്കുന്നു ജൂനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥി. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നന്മകളും ഒരു തുപ്പിയോട് ഉപയോഗിച്ചിട്ടുള്ള ദാസ് രചന നൽകി പർവിക് ദാസ് സംഗീതം നൽകിയിരുന്ന VBS ഗാനത്തിലെ 15ാമത്തെ ഗാനമായിരിക്കുന്ന നീലാകാശെ പാറികൊണ്ട് പൂക്കുപ്പി എന്ന ഗാനം എന്നൊരു ആക്ഷൻ സോങ് ഇപ്പോൾ അവതരിപ്പിക്കുന്നു നഴ്സറി ഗ്രേഡിലെ കുഞ്ഞുങ്ങൾ. വചനം പഠിക്കുവാനും പാട്ടുകൾ പഠിക്കുവാനും കഥകൾ പഠിക്കുവാനും അതുപോലെ തന്നെ സ്കിറ്റ് ഗെയിമുകൾ പഠിക്കുവാനും എല്ലാത്തിനും നമുക്കൊരു ആവേശമുണ്ട്. ആ ആവേശം മാനിനോട് ഉപയോഗിച്ചിട്ടുള്ള
റവറൻഡ് സുമേഷ് ജസ്റ്റിസ് രചനയും സംഗീതം നൽകിയിരിക്കുന്ന തന്നാലെ താനെ തട തുള്ളിച്ചാടും തുള്ളിച്ചാടും മാട്ടുകുട്ടികളെ പറന്നുയരും പറന്നുയരും കുഞ്ഞിക്കുരുവികളെ എന്ന ഗാനം ഇപ്പോൾ ആരംഭിക്കുന്നു. ഇന്റർമീഡിയറ്റ് ഗ്രേഡിലെ വിദ്യാർത്ഥികൾ. മണ്ണാൽ മെനഞ്ഞ എന്നെ പാപത്തിൽ കുന്നുകളിൽ ഇടിച്ചു, കയ്യിൽ കോരി മാറി ചേർത്ത് കാൽവരി ക്രൂശിൽ ചുവടിലൂടെ പായും JCB എന്നാൽ ജീസസ് ക്രൈസ്റ്റ് ബ്ലഡ്. അനീഷ് അഡ്മാൻകോട് രചനയും സംഗീതവും നിർവഹിച്ചത്. VBS ഗാനത്തിലെ 12ാമത്തെ ഗാനം JCB ഇപ്പോൾ ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നു പ്രൈമറി ഗ്രേഡിലെ വിദ്യാർത്ഥികൾ. Thank you.
ക്രിസ്തീയ സുവിശേഷവും ക്രിസ്തീയ സംഗീതവും ഭാഷകൾക്ക് മീതെ രാജ്യ അതിർത്തിക്ക് മീതെ പരന്നു കിടക്കുകയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അത് BBSലെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം അതിന്റെ അറിവുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ട കാര്യം അനിവാര്യമാണ്. എന്നാൽ ക്രിസ്തീയ സംഗീതവും ക്രിസ്തീയ സുവിശേഷവും ദൈവവചനമെല്ലാം ലോകത്തിന്റെ ഏത് കോണിലും പരന്നിരിക്കുകയാണെന്നുള്ള വാസ്തവം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. എമിമിമോ എന്ന നൈജീരിയൻ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു സീനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥികൾ. ദൈവിക സ്നേഹത്തിന് ഭാഷാ അതിർവരമ്പുകളില്ല എന്നുള്ള അർത്ഥമാകുന്ന ഈ ഗാനങ്ങളാണ് ഈ ഗാനമാണ് ഈ BBS കുഞ്ഞുങ്ങളെ അവതരിപ്പിച്ചത്. പരിശുദ്ധാത്മാവെ വന്ന് ആവസിക്കുക എന്ന അർത്ഥമാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നത്. ഈ ഗാനം ആരംഭിച്ച സീനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നൽകാൻ കഴിയും. പാറിപ്പറക്കുന്ന പൂത്തുമ്പിയോട് ദൈവസ്നേഹം അനുഭവിക്കുന്ന കാര്യം പൂത്തുമ്പിയോടൊപ്പം കളിച്ചുവിടുവാനും പൂത്തുമ്പിയോടൊപ്പം വളർന്നിടുവാനും പുതിയൊരു ഹൃദയം നൽകിടുവാനും യേശുവിൻ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നിടുവാനും എന്ന വാക്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സജി പ്രസാദ് രചനയും സംഗീതം നൽകിയിരിക്കുന്ന പാറി 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 വർണ്ണപ്പൈക്കുകയും പാൽ നിന്നെ കണ്ട് രസിക്കാൻ എന്തൊരു ചേരാണ് എന്ന BBS ഗാനം ഇപ്പോൾ ആലപിക്കുന്നു. BBS ഗാനത്തിന്റെ അഭിനയ ഗാനം ഇപ്പോൾ അവതരിപ്പിക്കുന്നു ഇൻഫന്റിന്റെയും പ്രൈമറി ഗ്രേഡിന്റെയും കുട്ടികൾ. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സകലവിധ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയപ്പോൾ പ്രകൃതിക്ക് മേൽ അവൻ നൽകിയ അനുഗ്രഹം, പ്രകൃതിക്ക് മേലുള്ള അവന്റെ അധികാരം എന്താണെന്നത് നമുക്ക് സുവിശേഷ പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി യേശു പടകിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ
വളരെ ഭയചകിതരായിരിക്കുമ്പോൾ സമുദ്രം ആടി ഉലഞ്ഞപ്പോൾ യേശുക്രിസ്തു ശാന്തമായി നടന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയത്. ആ അവസ്ഥയിൽ ശിഷ്യന്മാരെ സമാധാനിക്കുകയും അതുപോലെ തന്നെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും ചെയ്തു. ഈ അർത്ഥം വരുന്ന അഭയ BS കോടക്കര രചന അനന്തകുമാർ സംഗീതം അതോ അക്കപ്പാര് തെളിയിക്കുന്നത് പാര് ഇതോ ഇക്കപ്പാര് പടത് ഒലിയത് പാര് എന്ന തമിഴ് ഗാനം ഇപ്പോൾ അവതരിപ്പിക്കുന്നു സീനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥി. നമ്മൾ BBC ഏറ്റവും കൂടുതൽ വരുന്നത് വചനം പഠിക്കുവാനും ആടാനും പാടുവാനും. എന്നാൽ VBS കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ വലിയൊരു വിഷമമാണ്. അടുത്ത വർഷത്തെ VBSന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ VBS ഇന്നത്തെ ദിവസം കൊണ്ട് നമുക്ക് സമാപിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. VBSയിലൂടെ പഠിച്ച വചനങ്ങളും പാട്ടുകളും കഥകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ഏറ്റവും പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. ആടാം പാടാം തുള്ളിച്ചാടാം VBS വന്നെത്തി എന്ന ഗാനം ഇപ്പോൾ ആരംഭിക്കുന്നു. നഴ്സറി ഗ്രേഡിലെ ഇൻഫന്റിലെ വിദ്യാർത്ഥികൾ. നമ്മുടെ രക്ഷിക്കനായി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത യാത്രയിലും എപ്പോഴും യേശുണ്ട്. ജീവിതമാ പടവിൽ യേശുണ്ടെങ്കിൽ ഭയമേതും വേണ്ടിനി, ഭയമേതും വേണ്ടിനി. ഏൽപ്പടവിൽ യേശുകൊണ്ട് രക്ഷകനായി കൂടെയുണ്ട് എന്ന ആൽവിൻ രചന നൽകി സംഗീതം നൽകിയ VBS ഗാനത്തിന്റെ 5ാമത്തെ ഗാനം ഇപ്പോൾ ആരംഭിക്കുന്നു. VBSയിലെ അധ്യാപകർ.
നമ്മുടെ വേദപുസ്തകം നോക്കുമ്പോൾ ഗലാത്യർ എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മറ്റൊരു ആത്മാവിന്റെ ഫലങ്ങളാണ്. ആത്മാവിന്റെ ഫലം എന്നതും സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ആത്മാവിന്റെ ഫലത്തിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിൽ വളരുക എന്ന അർത്ഥവത്താകുന്ന രചനയും സംഗീതം നൽകിയ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമതയ, പരോപകാരം എന്ന BBC-ലെ 4ാമത്തെ ഗാനം ഇപ്പോൾ ആക്ഷൻ സോങ് ആയിട്ട് അവതരിപ്പിക്കുന്നു അധ്യാപകർ. കാനായിലെ കല്യാണം ഒരു ദഫ്മുട്ട് എന്ന കലാരൂപത്തിലൂടെ ഇപ്പോൾ സീനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നതാണ്.
ചെയ്യുക എന്ന ഗാനം ജൂനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥികൾ അഭിനയ ഗാനം ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിക്കോവിലോട്ട് പോയി. എന്നാൽ വഴിയിൽ വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ടു. ആ വഴി ഒരു ലേവ്യൻ കടന്നുപോയി. ആ ലേവ്യൻ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ പോയി. ആ വഴിയിൽ ഒരു പുരോഹിതൻ പോയി. ആ പുരോഹിതൻ ആ മനുഷ്യനെ ശ്രദ്ധിക്കാതെ കടന്നു. എന്നാൽ ഒടുവിൽ നല്ല സമര്യക്കാരനായ ഒരു മനുഷ്യൻ ആ വഴി കടന്നു അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിനെ മുറിവുകളെല്ലാം വെച്ചിരുത്തി. അദ്ദേഹത്തിനെ കുതിരയിൽ കയറ്റി ഒരു സത്രത്തിലാക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന ചെലവുകളും കാര്യങ്ങളെല്ലാം കൊടുത്തു അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിപോഷിച്ചു. ഈ ഒരു നല്ല സമര്യക്കാരന്റെ കഥ നമ്മൾ കുഞ്ഞുനാളുകൾ മുതൽ തന്നെ വേദപുസ്തകത്തിലൂടെയും സൺഡേ സ്കൂളിലൂടെയും BBC
വീഡിയോസിലൂടെയും നമ്മൾ കേട്ടതാണ്. ഈ ഒരു കഥാസംഹാരത്തെ മാപ്പിളപ്പാട്ട് എന്ന കലാരൂപത്തിലൂടെ ഇപ്പോൾ VBSലെ വിദ്യാർത്ഥികൾ അധ്യാപകർ നമുക്കായി കാഴ്ചവെക്കുന്നതാണ്. അത്ഭുതത്തിൽ ആരംഭം നേരത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. ഇനി കർത്താവ് യേശുവിന്റെ അത്ഭുതത്തിന്റെ ആരംഭം അധ്യാപകരിലൂടെ നമുക്ക് ഏവർക്കും ആസ്വദിക്കണം. എല്ലാ അധ്യാപകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദഫ്മുട്ട് എന്ന കലാരൂപം VBSലെ അധ്യാപകർ നമുക്ക് ഏവർക്കുമായി അവതരിപ്പിക്കുന്നു. Yeah.
VBSലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ചിത്രീകരണമാണ്. അറിവ് സമ്പാദനത്തിനായി നാം ധാരാളം സമയം ചെലവിടാറുണ്ട്. ഓരോ നിമിഷവും നമുക്ക് ചുറ്റും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനം നേടുക എന്നതിലുപരി ജ്ഞാനമുള്ളവരായി വളരുക എന്നതാണ് പ്രധാനം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മുത്തുകളേക്കാൾ വിലയേറിയ ജ്ഞാനം. ചേട്ടന്മാര് ഞാൻ കുറച്ചു നേരം അതിൽ നോക്കി കളിച്ചോട്ടെ. ഞോട്ടി കളിയോ? ഒന്ന് പോടെ, പോയി തലത്തിന് കളിയോ. ചേട്ടന്മാര് ബോറടിക്കുന്നു, അല്ലെങ്കിൽ വന്ന് എന്നോടൊപ്പം ഗോലി കളിക്കും. ഇള കൊച്ചന് വീട്ടിൽ പോയി ടിവിയിലെ ഡോറയും ടോമാറ്ററിയൊക്കെ നീ കണ്ടിരുന്ന അവന്റെ ഒരു ഗോലി കളി. മോനെ, എന്തിനാ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നത്? എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല. അത്രേ ഉള്ളൂ. എന്നെ കളിപ്പിക്കോ? ചേട്ടന് ഗോലി കളിക്കാൻ അറിയോ? സന്തോഷമായില്ലേ? ഇനി ഞാൻ പോട്ടെ. ചേട്ടാ, നാളെ വരണേ, നമുക്ക് കളിക്കാം. ആ ചേട്ടന്മാരോട് കൂടെ ഇല്ലടാ, അങ്ങനെ കൂട്ടുകൂടിയതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. കള്ളം കള്ളം, ചേട്ടൻ നല്ല ചേട്ടനാണ്. നീ ആള് കൊള്ളാമല്ലോ. വാ, ഞാൻ എന്റെ കഥ നിന്നോട് പറയാം. മടിയ മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. മോനെ, നീ വാക്യം പറഞ്ഞില്ലല്ലോ. ഉറുമ്പിന്റെ അടുത്ത് ചെന്നാൽ അത് കടിക്കും. എനിക്ക് പേടിയ. ബൈബിൾ വാക്യം പഠിക്കുമ്പോഴാണോ കളിക്കുന്നത്? തെറ്റിക്കാതെ ശ്രദ്ധിച്ചു പറയും. ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി അതിലെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ബുദ്ധി കഴിക്കുക. ഇനി രണ്ടാളും കാണാതെ പറഞ്ഞേ. ഇനി രണ്ടാളും കാണാതെ പറഞ്ഞേ. അയ്യോ, സൂപ്പർ. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. ഏതാ? ആ ഉറുമ്പിന്റെ കാര്യം. അങ്ങനെ പപ്പയോടും അമ്മയോടും കുഞ്ഞനിയത്തിയോടും ഒപ്പം സ്നേഹിച്ചും കളിച്ചും വളർന്ന ഞാൻ കൂട്ടുകാരുമായി ഇവിടെ വരുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ആ പെട്ടിക്കടയുടെ അടുത്ത് ഞങ്ങൾ ഒത്തിരി നേരം ചെലവിട്ടിരുന്നു. അന്നത്തെ പക്വതയില്ലായ്മയാൽ
ഒരു രസത്തിന് ചെയ്തു പോയ ഒരു തെറ്റ്, അത് എന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. ഇന്നൊരു മോളില് ഒരു സിനിമയ്ക്ക് പോയായിരുന്നു. അളിയ എന്റെ പോക്കറ്റ് കാലിയ, നോ മണി, നോ ക്യാഷ്, നോ സിനിമ. അയ്യോ ഞാനില്ല, വീട്ടിലെ ഞാൻ കൊല്ലും. ഇവിടെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും സിനിമയ്ക്ക് ഞാനില്ല. അപ്പൊ സിനിമ ക്യാൻസൽ. അങ്ങോട്ട് നോക്കും. കാര്യം പറ, അവിടെ ഞാനൊന്നും കാണുന്നില്ലല്ലോ. ആ പെട്ടി നോക്കും. ഓ, ആ ലെറ്റർ ബോക്സ് ആണോ? നമുക്കുള്ള കത്താണെങ്കിൽ പോസ്റ്റ്മാൻ കുമാരകുല സാറിന്റെ ഇതിങ്ങനെ ചവച്ചവരെ നമിക്കണം. തല്ലി പൊട്ടിക്കേ വഴിയുള്ളൂ. വേണ്ട, അതൊക്കെ പ്രശ്നമാണ്. വേണ്ടെങ്കിൽ വേണ്ട, തല്ലി പൊട്ടിക്കണ്ട. ഇതിനകത്തുള്ള കത്തുകളാണ് നമുക്ക് ഇതിനകത്ത് കത്തില്ല. നിനക്കൊക്കെ കേൾപ്പോഴും കേൾക്കാറില്ലേ? എപ്പോ നോക്കിയാലും ഈ കവലയെ ചുറ്റി നടക്കലാണല്ലോ പണി. ഓടാപ്പോ നിന്റെയൊക്കെ മാതാപിതാക്കളെ കാണട്ടെ. പോസ്റ്റ്മാൻ കുമാരകുല സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എത്രയോ പേരുടെ ഇന്റർവ്യൂ കാത്തിലെത്തുന്ന പെട്ടി നമോഭാഗം. അകലകളിലേക്ക് പറക്കാനുള്ള നാട്ടുവിശേഷങ്ങളെ ചാരമായി മാറിയ നിങ്ങൾക്ക് നമോഭാഗം. പുതുമുതൽ നശിപ്പിച്ചിട്ട് അവന്റെയൊക്കെ ആഘോഷം കേരള ജില്ല. ബാക്കി നിർത്തിച്ചുകൊണ്ടൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടാവാം. മക്കൾ വാ. വീട്ടുകാർക്ക് തീരാനൊമ്പരമായി. ജീവിതത്തിൽ എവിടെയൊക്കെയോ എത്താമായിരുന്നു. പക്ഷേ ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത, വിവേകമില്ലാത്ത പ്രവൃത്തി. വീട്ടുകാരുടെ പ്രാർത്ഥനകളും പ്രയത്നവും കാരണം 1 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാനായി. അന്ന് ഞാൻ ഉറപ്പിച്ചതാണ്, എന്ത് ചെയ്യുന്നതിന് മുമ്പും 2 വട്ടം ആലോചിക്കുമെന്ന്. ചേട്ടനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നിന്റെ പ്രായമുള്ള കുട്ടികൾ BBSന്റെ പാട്ടുകളും കഥകളുമായി ഞങ്ങളെ കാണാൻ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പാട്ടുകളും കഥകളും എല്ലാം ജ്ഞാനത്തെക്കുറിച്ചുള്ളതായിരുന്നു. അത് എൻ്റെ അറിവില്ലായ്മയെ എനിക്ക് കാട്ടിത്തന്നു. ചേട്ടൻ്റെ കൂടെ നടന്ന ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. കുഞ്ഞുനാളിൽ പഠിച്ചത് ജീവിതത്തിൽ അനുസരിക്കാൻ കഴിയാതിരുന്നതാണ് എൻ്റെ തെറ്റ്. യേശു വളർന്നതുപോലെ ജ്ഞാനത്തിൽ വളരണമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം, പ്രിയമുള്ള കൂട്ടുകാരാ, യഥാർത്ഥ ജ്ഞാനം യേശുവിനെ ശരിയായി അറിയുന്നതാണ്. അറിയാതെ പറ്റിപ്പോയ തെറ്റുകളിൽ നിന്നും വിവേകത്തോടെ തിരിഞ്ഞു നടക്കുന്നതാണ്. ചേട്ടാ, നിങ്ങളുടെ BBSൽ എനിക്കും വരണമെന്നുണ്ട്. വചനം പഠിക്കണമെന്നുമുണ്ട്. യേശുവിനെ അറിയണമെന്നുമുണ്ട്. ഞാനും വന്നോട്ടെ. ദൈവമേ, തലമുറകളെ അമ്മയ്ക്കായി നേടാൻ അടിയിൽ ഇനിയും കരുത്തേകണേ. ഇപ്പോൾ എൻ പടകിൽ യേശുകൊണ്ട് എന്ന ഗാനം ഇപ്പോൾ ആലപിക്കുന്നതാണ്.
ബിൽജുൽ കെ എന്ന ഗാനത്തിൽ അഭയഗാനം അവതരിപ്പിക്കുന്നു ജൂനിയർ ഗ്രേഡിലെ വിദ്യാർത്ഥികൾ. സമർപ്പണ ഗാനത്തോടുകൂടി സമാപനം കുറിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി നമ്മൾ VBSലൂടെ ഒരുപാട് ഗാനങ്ങളും കഥകളും ദൈവവചനങ്ങളും പഠിക്കാനിടയായി. പ്രഗത്ഭരായിട്ടുള്ള 2 ഡയറക്ടേഴ്സ് ഈ നാളുകളിൽ നമ്മുടെ VBSന് നേതൃത്വം നൽകി. വളരെ നല്ല സമർപ്പണ ബോധത്തോടുകൂടി VBSലെ അധ്യാപകരെല്ലാം ഈ സംരംഭത്തെ നല്ല രീതിയിൽ വിജയിച്ചു. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ കൺവീനറായി പ്രവർത്തിക്കുന്ന രാജ് സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകിയിരിക്കുന്ന ജസ്റ്റി കുമാർ അച്ഛൻ, സർവശക്തനായ ദൈവത്തിന് നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമോടുകൂടി ഈ വർഷത്തെ VBS പരിസമാപ്തി കുറിക്കുകയാണ്.
Sarvam
എല്ലാ കുട്ടികളും ടീച്ചേഴ്സിനെ